ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സഭയിൽ ഈ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ സഭയോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഒന്ന്, ഈ ലേഖനത്തിന് മുഖവര അധികം പറയുന്നില്ല. എന്നാൽ ബൈബിൾ ക്ലാസിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് എവിടെയാണ് ഈ സഭ ഉത്ഭവിച്ചതിൻ്റെ തുടക്കം, എങ്ങനെയാണ് സഭ ഉണ്ടായതിൻ്റെ കാരണക്കാരൻ ആരാണ്, ബൈബിളിൽ അത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് അതൊന്ന് പറയാമോ? എവിടെയാണ് അത് ഈ സഭയുടെ തുടക്കവും പ്രവർത്തനങ്ങളും ഒക്കെ നടന്നതായ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തിയിലാണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിലും തുടക്കം എന്നുള്ള നിലയിൽ പറയുന്നു മാത്രം. അപ്പോസ്തല പ്രവൃത്തിയിലാണ്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം നമുക്ക് എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 11-ാം വാക്യം നോക്കൂ. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. 1 ആണ്ടും 6 മാസവും, 1.5 കൊല്ലം കഠിനമായ 1 കൊരിന്ത്യർ 4:12 നമ്മൾ വായിക്കുന്നുണ്ട്. സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് പ്രവർത്തിച്ച് ഉണ്ടായ സഭയാണ് കൊരിന്ത് സഭ. അപ്പൊ പൗലോസിന്റെ കൈപ്പണിയാണെന്ന് പറയാം, ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ അവരെ ശാസിക്കാനും ഉപദേശിക്കാനും തിരുത്താനും അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും അവകാശമുള്ള ഒരാളാരാണോ ആ ആളാണ് പൗലോസ്. അതുകൊണ്ട് തന്നെ ലേഖനത്തിന്റെ തുടക്കത്തിലെ അഭിവാദ്യങ്ങളും അവരുടെ കൃപാവരത്തിലുള്ള സമ്പന്നതയും പരിജ്ഞാനവും ഒക്കെ ഓർമ്മപ്പെടുത്തിയതിന് ശേഷം, പെരുമാറ്റ മര്യാദകളൊക്കെ പാലിച്ചതിന് ശേഷം, അവരുടെ കുറവുകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അവരുടെ ന്യൂനതകൾ. യഥാർത്ഥ സ്നേഹം ആ കുറവുകൾ കണ്ടെത്തുവാൻ അവരെ പ്രേരിപ്പിക്കുകയും അത് തിരുത്തുവാൻ അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സ്നേഹം. അത് മറച്ചു വയ്ക്കുന്നതല്ല. ഇതിന് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് അക്വിലാവും പ്രിസ്കില്ലയുടെ ഒക്കെ കൂടെ താമസിച്ച് പ്രവർത്തിച്ചുണ്ടായ സഭയാണ് കൊരിന്തി സഭ എന്ന് നമുക്കറിയാം. അവിടെ പൗലോസ് ദൈവവചനം ഈ 1.5 കൊല്ലം ശുശ്രൂഷിച്ചപ്പോ ദൈവവചനം എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 5-ാം വാക്യം നോക്കിയേ. 18-ന്റെ 5. ശീലാസും തിമോത്തിയോസും മക്കതോനിയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. വചന ശുശ്രൂഷയിൽ, വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടു. Paul began devoting himself completely to the word. വചനത്തിന് വേണ്ടി സമർപ്പിച്ചു. ദൈവവചനത്തിന് വേണ്ടി സമർപ്പിച്ചു. അപ്പോ അത് ഫലമില്ലാത്ത കാര്യമല്ലല്ലോ. ആ ഫലമാണ് ഈ സഭ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ദൈവവചന ശുശ്രൂഷ, വചനഘോഷണം എങ്ങനെ നടത്തണമെന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതിനു വേണ്ടി സമർപ്പിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, അവിടെ ക്ലോവയുടെ ആളുകളാൽ ഒരു ലേഖനം, ഈ 1 കൊരിന്ത്യർക്ക് എഴുതുന്നതിന് മുമ്പ് ഒരു ലേഖനം പൗലോസ് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം
9-ാം വാക്യം നോക്കിയേ, 5-ാം അധ്യായം 9-ാം വാക്യം. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അവിടെ പറയുന്ന ലേഖനം ഏതാ? ഈ ലേഖനമല്ല, മുമ്പൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, അത് നഷ്ടപ്പെട്ടു പോയതാണ്. അല്ലെങ്കിൽ അത് അവർ മുഖവിലേക്ക് എടുത്തില്ല. പിന്നീട് ക്ലോവയുടെ ആളുകളാൽ പൗലോസിന് വീണ്ടും വിവരം ലഭിക്കുകയാണ്. എന്താണ്? ക്ലോവയുടെ ആളുകൾ എന്ന് പറയുന്നത് ക്ലോവയുടെ പക്ഷക്കാരെന്നുള്ള അർത്ഥത്തിലല്ല, പ്രശ്നങ്ങളെ മറച്ചു വെക്കാതെ പരിഹരിക്കണം, അതിന് പൗലോസിനെ കാണണം എന്നാഗ്രഹിച്ച സഹോദരന്മാരാണ് ക്ലോവയുടെ ആളുകൾ. അവര് മോശക്കാരല്ല, മറ്റേ പക്ഷത്തിൽ പെടുന്ന ആളുകളല്ല. ഏതാ? ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളുകളല്ല അവര്. അവർക്കറിയാം അപ്പോസ്തലനായ പൗലോസ് കഷ്ടപ്പെട്ടതും പ്രവർത്തിച്ചതും അധ്വാനിച്ചതും എങ്ങനെയാണെന്നൊക്കെ. ഈ നേരത്തെ കണ്ട സമർപ്പണത്തിന്റെ കാര്യമൊക്കെ അവർക്കറിയാം നന്നായിട്ട്. മറക്കാത്തവരാണ് അവർ, ഓർമ്മയുള്ളവരാണ്. അവര് പൗലോസിന്റെ അടുത്ത് ചെന്നിട്ട് വിവരം അറിയിച്ചു, പൗലോസിനെ അറിയിച്ചു, ഇന്നിന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ, അതുകൊണ്ട് അതിലിടപെടണം. പിന്നെ കത്തെഴുതി ചോദിച്ചു, വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം എന്താണ്, പുനരുദ്ധാനത്തെക്കുറിച്ച് എന്താണ്, ധർമ്മശേഖരത്തെക്കുറിച്ച് എന്താണ്, കൃപാവരങ്ങളെക്കുറിച്ച് എന്താണ്, ഇതെല്ലാം ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കുള്ള വിശദീകരണമാണ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്. വിവാഹം കഴിക്കുമ്പോൾ ഉപേക്ഷണം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധം എങ്ങനെയാണ്, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നും നാളെയും കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റില്ല. പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ ലേഖനത്തിൽ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്, ഇന്നും നാളെയായിട്ട് പഠിക്കാൻ പ്രധാനമായിട്ട് പോകുന്നത്, ഒന്ന് വ്യക്തിപരമായ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഊന്നിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നാളെ ദൈവം അനുവദിച്ചാൽ സഭാതലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയാം എന്നാഗ്രഹിക്കുകയാണ്. അപ്പോൾ വ്യക്തിപരമായി ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മുഖവരെ ഇത്ര മതി അല്ലേ? ജെയിംസ് മോഫറ്റ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, സഭ ലോകത്തിലായിരുന്നു, അതങ്ങനെയാണല്ലോ, സഭ ലോകത്തിലാണല്ലോ, എന്നാൽ ലോകം സഭയിലായി, അതങ്ങനെ ആവരുതല്ലോ. അദ്ദേഹം പറഞ്ഞതാണ്. സഭ ലോകത്തിലാണ്, അതങ്ങനെയാണല്ലോ, എന്നാൽ ലോകം സഭയിലാണ്, അതങ്ങനെ ആവരുതല്ലോ. ഇവിടെ ലോകം സഭയിലായി. സഭ ലോകത്തിലാണെന്നുള്ളത് നമുക്കറിയാം, ഈ ലോകത്തിലാണ് സഭ. പക്ഷെ ലോകം സഭയിലായി, അങ്ങനെ ആവരുത്, പക്ഷെ അങ്ങനെയായി കൊരിന്ത്യ സഭയിൽ. അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ എഴുതേണ്ടി വന്നത്. ലോകം സഭയിലായി എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നീട് നമ്മൾ നോക്കുന്നത് 1-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് നോക്കാം. വളരെ ശാന്തമായി എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് വളരെ ശാന്തമായി തന്നെ, അധികം ശബ്ദമൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. 1:1 നോക്കി. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സൊസ്തേനേസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയവർക്ക് തന്നെ എഴുതുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ PM എബ്രഹാം എന്ന് പറഞ്ഞൊരു ദേവദാസൻ ഇപ്പോൾ വെങ്ങോലയിൽ പെരുമ്പാവൂരടുത്ത് താമസിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടു. അതിങ്ങനെയാണ്, ഒരാൾ ചോദിച്ചതാണ്, കൊരിന്ത്യ ലേഖനം ഇവിടെ പഠിപ്പിച്ചിട്ട് കോഴഞ്ചേരിക്കാർക്ക് എന്താ കാര്യം എന്ന് ഒരാൾ ചോദിച്ചു. അദ്ദേഹം ഇട്ടതാണ്. ഇന്നും നമ്മുടെ ചില ആളുകൾ അത് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അത് ആ സഭയ്ക്കല്ലേ, അത് ഇന്നോർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്
സകല വചനഭാഗങ്ങളെയും അങ്ങനെ അങ്ങോട്ട് തിരിച്ചു വിടുക. കൊരിന്ത്യ ലേഖനം കോഴഞ്ചേരിക്കാരുമായിട്ട് എന്താ ബന്ധം? അത് അന്നത്തെ കാര്യം, അവരോട് പറഞ്ഞതാണ്. അതിന് മറുപടിയാണ് കേട്ടോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. PM എബ്രഹാം സാറ് അതിന് മറുപടി പറഞ്ഞ് ഒരു ഇട്ടിട്ടുണ്ട്. എന്നാൽ അത് ഞാൻ മുഴുവൻ കേട്ടില്ല. പക്ഷെ ആ പോസ്റ്റ് കണ്ടപ്പോ അതിനൊരു ഉത്തരം എൻ്റെ മനസ്സിൽ തോന്നിയത് ഒന്ന് ഇതാണ്. രണ്ടാം വാക്യം ഒന്നും കൂടി നോക്കിയേ. എന്താ ബന്ധം? കൊരിന്തിര് പറഞ്ഞത് കോഴഞ്ചേരിക്കാർ, മുളന്തുരുത്തിക്കാർക്ക് എന്താ ബന്ധം? ക്രിസ്തുവിൽ വിശദീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയവർക്കും തന്നെ എഴുതുന്നത്. ഇവിടെയും അവിടെയും ഇവിടെയും എവിടെയും. അപ്പൊ ദൈവവചനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്, ഇനി ജനിക്കാനിരിക്കുന്ന തലമുറ അവർക്കും കൂടെ വേണ്ടിയുള്ളതാണ്. ഇതിന് യാതൊരു മാറ്റവും ഇല്ല. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഇനി ഇതേ പുസ്തകം തന്നെ 14-ാം അധ്യായം എടുത്ത്, 14-ാം അധ്യായം 14-ാം അധ്യായത്തിൽ നമ്മളൊരു ഈ വിഷയത്തോട് തന്നെ ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കാം. 37-ാം വാക്യം ഒന്ന് വായിക്കാമോ? താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പന ആകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവർ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പൊ ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അവിടെയും ഇവിടെയും എവിടെയും എന്നും എക്കാലത്തും നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. കർത്താവിന്റെ കൽപ്പനയാണ്. പിന്നെ പൗലോസ് പറയുന്നുണ്ട്, എന്നെ അനുകരിപ്പിൻ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അത് പൗലോസിന്റെ വളർച്ചയാണ്, ആത്മീകമായ വളർച്ചയാണ്. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് ഉയർന്ന ഒരു ദൈവദാസനാണ് പൗലോസ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആരംഭത്തിലെ വാക്ക് തന്നെ ദൈവേഷ്ടത്താൽ എന്നാണ്. ദൈവേഷ്ടത്താൽ. തുടർന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പൗലോസ് തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്, കർത്താവ് അനുവദിച്ചാൽ. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്താൽ മറ്റേ 12 പേരുടെ കൂടെ ഇല്ലാത്ത ആളാണ് ആര്? പൗലോസ്. അതൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. യാതൊരു സാധ്യതയും ഇല്ലാത്ത ആളാണ്. സഭയെ മുടിച്ച് കൊല ചെയ്ത് നടന്നിരുന്ന ആളാണ്. ഹൃദയത്തില് ഇതൊക്കെ നിറയുമ്പോ നന്ദി കൊണ്ട് പൗലോസ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവേഷ്ടത്താൽ ആ ദമസ്കോസ് ഓർക്കുകയാണ് പൗലോസ്. ആ വലിയ ദർശനം ഓർക്കുകയാണ്. മാത്രമല്ല 1-ാം അധ്യായം 4-ാം വാക്യം നോക്കൂ. 1:4. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ ദൈവത്തിന്. ഫിലിപ്പലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഛേദമെന്ന് എണ്ണി ഒരുപാട് കാര്യങ്ങൾ കളഞ്ഞപ്പോ ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന് എണ്ണി കളഞ്ഞപ്പോ ഒരു കാര്യം മാത്രം ശേഷിച്ചു. പിന്നെ ആകെ ഉള്ള സമ്പത്ത് എന്താ? എൻ്റെ ദൈവം. അതാണ് കൊച്ചുകുഞ്ഞുപദേശി പാടിയത്, എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും. ഫിലിപ്പലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്.
ഈ വാക്ക് പൗലോസ് റോമാലേഖനത്തിലും പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ദൈവം. ഈ വാക്ക് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലും പറയുന്നുണ്ട്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും. ആ വാക്യം അറിയാലോ. ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. നഷ്ടപ്പെട്ടു, ലാഭമായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ പൗലോസിനെ ധൈര്യപ്പെടുത്തുന്ന കാര്യം ദൈവം എനിക്കുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഇത് തരുന്ന ഒരു ധൈര്യം, ബലം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എതിരാളികളും പലരും ഉണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ എൻ്റെ ദൈവം എനിക്കുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു വിശ്വാസദാർഢ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ആരും വിചാരിക്കണ്ട. എല്ലാവർക്കും ഇങ്ങനെയുള്ള സമയങ്ങള്. പക്ഷെ എല്ലായ്പ്പോഴും ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഇവിടെ പ്രൈസലോട് പറഞ്ഞ പോലീസാണ്, എന്നെ കുഴപ്പമുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എയർ ടൈറ്റ് ആണല്ലോ, ഒരു പ്രൈസലോടൊക്കെ പറയാം. സ്തോത്രം. എല്ലായ്പ്പോഴും ഈ ദൈവം എൻ്റെ ദൈവമാണ്. ഈ ദൈവം നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. എന്റെയാണ്, നമ്മുടെയാണ്. നാളെ സഭാതലം പറയുമ്പോൾ ആ കാര്യം ഞാൻ പറയാം. ഇന്ന് വ്യക്തിപരമായ കാര്യമായതിനാലാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞത്. എൻ്റെ ദൈവം. പിന്നെ നമ്മൾ വായിക്കുന്ന 4-ാം വാക്യം, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ ദൈവകൃപ. നമ്മൾ ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത്, ഞാനിവിടെ നിൽക്കുന്നതൊക്കെ ഒരൊറ്റ കാരണമുള്ളൂ. ഒരൊറ്റ കാരണം. എന്താണ്? ദൈവകൃപ. കൃപ. അന്ത്യോക്യ സഭയിൽ ദൈവകൃപ കണ്ട് സന്തോഷിക്കാൻ സാധിച്ചു. ദൈവകൃപ കണ്ട് സന്തോഷിക്കും. ഈ കൃപയാണ് വ്യക്തിപരമായിട്ടായാലും സഭാപരമായിട്ടായാലും നമ്മളെ നിലനിർത്തുന്നു. നമ്മുടെ കഴിവോ ശക്തിയോ ഒന്നുമല്ല. 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ. വ്യക്തിപരമായ കാര്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. വ്യക്തിപരമായി ഈ ഉറപ്പ് നമ്മളിൽ ഉണ്ടാകണം. ഏതുറപ്പാ? ഏതുറപ്പാ? ക്രിസ്തുവിന്റെ സാക്ഷ്യം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പാണ്. മാത്രമല്ല അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ, നിങ്ങൾ ഒരു കൃപാവരത്തിലും. അപ്പൊ ഈ കൃപാവര ജഡീകത്വം മാറ്റുമോ? കൃപാവരം ജഡീകത്വം മാറ്റുമോ? പറഞ്ഞോളൂ. മാറ്റുമോ? ഇത് മാറ്റിയോ? കൃപാവരം അതിൽ തന്നെ ജഡീകത്വം മാറ്റുന്നതല്ല. എത്ര കൃപാവരമുള്ള ഒരു ജഡീകന്മാരായിട്ട് ജീവിക്കുന്നുണ്ട്. എത്ര വലിയ പ്രസംഗകര്, അല്ലെങ്കിൽ സുവിശേഷകന്മാരായാലും മൂപ്പന്മാരായാലും എല്ലാവരും അല്ല, അങ്ങനെ ജീവിക്കുന്നവരുണ്ടല്ലോ, ഉണ്ടാകാമല്ലോ.
അപ്പൊ കൃപാവരം അതിൽ തന്നെ ജഡീകത്വം മാറ്റുന്നില്ല. ഞാൻ വിശദീകരിക്കാം. ഇവിടെ പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത ആളുകളാണ് നിങ്ങൾ. എന്നാൽ അടുത്ത അധ്യായം മുതൽ പൗലോസ് പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെ അല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിയുന്നുള്ളൂ. കൃപാവരമുണ്ട്, ആത്മീകന്മാരല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ സംഭവിക്കാം. നമുക്ക് എല്ലാവർക്കും കൃപാവരമുണ്ട്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. അത് പൗലോസ് പറയുന്നുണ്ടല്ലോ, പിന്നീട് പറയുന്നുണ്ടല്ലോ. ശരീരത്തിന് പല അവയവങ്ങളുണ്ട്, പലതിൻ്റെയും ധർമ്മം വെവ്വേറെയാണ്. പക്ഷെ എല്ലാ അവയവത്തിനും അതിന്റെ ധർമ്മമുണ്ട്. എല്ലാ അംഗങ്ങൾക്കും കൃപാവരങ്ങളുണ്ട്. പക്ഷെ കൃപാവരം അതിൽ തന്നെ ആത്മീകമാകുന്നില്ല, ആത്മീയനാക്കുന്നില്ല ഒരാളെ. അതിഘോരമായിട്ടുള്ള പ്രസംഗം നടത്തുന്ന ഒരാൾ ആ പ്രസംഗം നടത്തുന്നത് കൊണ്ട് ആത്മീയനാകുന്നില്ല. മനോഹരമായ പാട്ട് പാടുന്നത് കൊണ്ട് അത് അയാളുടെ ആത്മീകത്വത്തിന്റെ മാനദണ്ഡമല്ല. ആണോ? അല്ല. ചിലര് സഭയില് സ്തോത്രം ചെയ്യുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളും കൂടി ഇരുന്ന് കരഞ്ഞു പോകും. അത്രയും ഇമോഷണൽ ആയിട്ടൊക്കെ സ്തോത്രം ചെയ്യും. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ലതാട്ടോ. പക്ഷേ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഈ ക്രിസ്തുവിന്റെ സാക്ഷ്യം ഈ സഭയ്ക്ക് പുറത്തുണ്ടോ ഇല്ലയെന്ന് ഭാര്യയോടും മക്കളോടൊക്കെ ചോദിച്ചു നോക്കണം. അപ്പൊ അതാ പറഞ്ഞത്, കൃപാവരങ്ങളിലെ സമ്പന്നത ആത്മീക ജീവിതത്തിന്റെ അളവ് പോലല്ല. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ നമ്മൾ വായിക്കുന്നു 1:6 വാക്യത്തിൽ, നിങ്ങൾ വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. അവർക്ക് കൃപാവരങ്ങളുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു? ശലോമോന് ജ്ഞാനം ഇല്ലാഞ്ഞിട്ടാണോ ശലോമോൻ തെറ്റിപ്പോയത്? ലോകത്തിലെ ഒരു മനുഷ്യനും അത്ര ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചിട്ടുള്ളതിൽ ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള ഒരാളാണ് ശലോമോൻ. പുസ്തകം എത്ര എഴുതിയ പുസ്തകം വായിച്ചാൽ എന്താ അതിന്റെ പിന്നിലുള്ള ജ്ഞാനം? പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എന്തുണ്ടായി? ജ്ഞാനത്തിനൊരു മാറ്റം സംഭവിച്ചു. ആ ജ്ഞാനത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ആ ജ്ഞാനം? നമുക്ക് നോക്കാം. അപ്പൊ ശലോമോന് ജ്ഞാനം ഇല്ലാഞ്ഞിട്ടല്ല. നമുക്ക് ആ ജ്ഞാനത്തെ കുറിച്ചൊന്ന് നോക്കാം. 2:13 നോക്കിയേ. 2:13. അത് ഞങ്ങൾ മാനുഷജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ജ്ഞാനത്തിന്റെ ചില വേർഷൻസ്, ഡിഫറെന്റ് തരം ജ്ഞാനം പറയാൻ പോവാണ്. ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ പറയുന്ന ജ്ഞാനം ഏതാ? ഇപ്പൊ വായിച്ചത് മാനുഷജ്ഞാനം. അങ്ങനെ ഒരു ജ്ഞാനമാണ്. ഇത് സഭയിൽ പലരും പ്രയോഗിക്കുന്ന ജ്ഞാനാണ്. പൗലോസ് പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. നമ്മുടെ യുക്തിയിലും നമ്മുടെ ബുദ്ധി എന്നല്ല പറയാ, കുരുട്ടു ബുദ്ധിയിലും തോന്നുന്ന ജ്ഞാനമില്ലേ? സൽബുദ്ധി എന്ന് പറഞ്ഞ വേദപുസ്തകത്തിൽ വാക്യമുണ്ട്. സൽബുദ്ധി, ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം നൽകുന്നത് സൽബുദ്ധിയാണ്, കുരുട്ടുബുദ്ധിയല്ല. ഇങ്ങനെ ഒരു ജ്ഞാനമുണ്ട്. എങ്ങനെയുള്ള ജ്ഞാനം? എങ്ങനെയുള്ള ജ്ഞാനം? മാനുഷമായ ജ്ഞാനം. ഇനി വേറൊരു ജ്ഞാനമുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ഒന്നിന്റെ 20 നോക്കിയേ. 1:20. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ?
ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ലോകത്തിന്റെ ജ്ഞാനം. ഈ ലോകത്തിലുള്ള ആളുകളൊക്കെ ബുദ്ധിയില്ലാത്തവരാണോ? എന്തു ബുദ്ധിയ? അതാണ് ഈ ലോകത്തിന്റെ ജ്ഞാനം. രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്ന ജ്ഞാനം. ആ ജ്ഞാനം സഭയിൽ പറ്റില്ല. മനസ്സിലായി കാണും. ആ ജ്ഞാനം സഭയിൽ പറ്റില്ല. മാനുഷമായ ജ്ഞാനം. ഈ ലേഖനം തന്നെ 15-ാം അധ്യായം 32-ാം വാക്യം നോക്കിയേ. 15-ന്റെ-32. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? അപ്പൊ മൃഗയുദ്ധ, ഈ വാക്ക് മാനുഷം എന്ന വാക്ക് വീണ്ടും പൗലോസ് ഉപയോഗിക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ തന്നെ. എഫെസോസിൽ വെച്ചിട്ട് മൃഗയുദ്ധം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അത് മാനുഷമായിട്ടാണ് ചെയ്തെങ്കിൽ എന്താ കാര്യം എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തിനെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ യുദ്ധം നടത്തി, പേരെടുത്തു, ഒരു പെർഫോമൻസ്. അങ്ങനെ ചെയ്തിട്ട് ദൈവത്തിന്റെ മുമ്പിൽ എന്താ കാര്യം? കർത്താവ് പുകഴ്ത്തുന്നവൻ അത്രേ കൊള്ളാകുന്നവൻ. അങ്ങനെ വായിക്കുന്നില്ലേ? മനുഷ്യര് പുകഴ്ത്തിയിട്ട് എന്താ കാര്യം? അപ്പൊ കർത്താവ് പുകഴ്ത്തുന്ന നിലയിൽ വേണം യുദ്ധം ചെയ്യാൻ. വ്യക്തിപരമായ ലക്ഷ്യത്തെക്കുറിച്ച് ഞാൻ പിന്നാലെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വ്യക്തിപരമായ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മാനുഷമായ ഈ അംശങ്ങള്, മാനുഷമായ ചിന്തകള് ഈ ജഡത്തിൽ നിന്ന് ഉയരുന്നതാണ്. ബുദ്ധി, ജ്ഞാനം, ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജ്ഞാനം, ലോകത്തിന്റെ ഐഡിയാസ്, ഇതല്ല സഭയിലും ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മളിൽ ഓരോരുത്തരിലും. 1:21 നോക്കൂ. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ അവിടെ നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ ജ്ഞാനം. കൊരിന്ത്യ ലേഖനത്തിൽ തന്നെയാണ്, 2 കൊരിന്ത്യരിലാണ്. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം, വേറൊരു ജ്ഞാനമുണ്ട്. 2 കൊരിന്ത്യർ 2:12 നോക്കിയേ. 2 കൊരിന്ത്യർ 2:12. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കദോന്യക്ക് പുറപ്പെട്ടു. സോറി, ആ വാക്യമല്ല കേട്ടോ, ഞാൻ ഇപ്പൊ പറയാം. രണ്ട് കൊരിന്ത്യർ 1-ാം അധ്യായം എടുക്കുക, അതിന്റെ 12-ാം വാക്യം. 1:12 കേട്ടോ, ഞാൻ 2:12 എന്ന് പറഞ്ഞത്. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ മനസാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. ഏത് ജ്ഞാന? ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിലത്രേ. ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ശലോമോന് പറ്റിയത് നല്ല ജ്ഞാനമായിരുന്നു, ദൈവം കൊടുത്ത ജ്ഞാനമായിരുന്നു. പുള്ളി ആദ്യം കുതിരകളെ മേടിക്കാനാണ് ആഗ്രഹിച്ചത്. കുതിരകളെ, വാക്യങ്ങളൊക്കെ എടുക്കാനും ഇതിനൊക്കെ വിഷയം മാറി പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യം മാത്രം പറയാം. കുതിരകളെ മേടിക്കാൻ, കുതിരകളോട് ഭയങ്കര പ്രിയായിരുന്നു ശലോമോന്. ദാവീദ് കുതിരകൾ കുറെ ആയപ്പോ കുതിരകളെ എന്ത് ചെയ്തു എന്നറിയോ? കുതിഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു.
കുറച്ച് കുതിരകളെ മാത്രം ശേഷിപ്പിച്ചു. കുതിരഞ്ഞരമ്പ് വെട്ടുക എന്ന് പറഞ്ഞാൽ കൊന്നുകളയാന്ന് അർത്ഥം. കാരണം ദാവീദിന് മനസ്സിലായി ഇത് കണ്ടമാനം കുതിരകൾ ഇങ്ങനെ നിൽക്കുകയാണ്. പണ്ട് കാലത്ത് ഇന്നത്തെ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്ന പോലെ കുതിരകൾ, മിസൈൽ എന്നൊക്കെ പറയുന്ന പോലെ. പണ്ടത്തെ രാജാക്കന്മാരുടെ ഏറ്റവും ശക്തി കുതിരകളിലാണ്. ഇതിങ്ങനെ കണ്ടമാനം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ദാവീദിന് തോന്നും, എന്ത് തോന്നും? ഞാൻ അത്ര നിസാരക്കാരനൊന്നുമല്ല, കുതിരകൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ ഭയങ്കര ശക്തനാണ്. അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ടെന്ന് ദാവീദിന് മനസ്സിലായപ്പോ ഈ കുതിരകളെയൊക്കെ കുതിഞ്ഞരമ്പ് വെട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കൊന്നു കളഞ്ഞാൽ കുഴിച്ചിട്ടു. വായിച്ചിട്ടില്ലേ? ആ അപ്പന്റെ മോൻ കുതിരഭ്രാന്തനായി. ജഡജ്ഞാനത്തിലേക്ക് വളരെ സ്ലോ ആയിട്ട് വഴുതി വീഴുന്നതിന്റെ തുടക്കം ഞാൻ പറയും. അപ്പോഴാണ് മിസ്രൈമിൽ ഭയങ്കര കുതിരകൾ ഉണ്ടെന്ന് മനസ്സിലായി. എവിടെയാ മിസ്രൈം? ഫറവോന്റെ അവിടെ. ഫറവോന്റെ കുതിരയ്ക്ക് എന്താ പ്രത്യേകത? ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് നിന്നെ ഞാൻ ഉപമിക്കുന്നു. വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലേ? അപ്പൊ ഈ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയ്ക്ക് എന്താ പ്രത്യേകത? ലോകോത്തര കുതിരകളാണ് എവിടെയുള്ളത്? മിസ്രൈമിലുള്ളത്. അപ്പൊ ശലോമോന് മനസ്സിലായി അതിനെ സ്വന്തമാക്കണം. കുതിരേനെ മേടിക്കാൻ വിട്ടു. കുതിരേനെ മേടിക്കാൻ പോയി. ബിസിനസ് ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോ ഈ ദൈവജ്ഞാനത്തിൽ നിന്ന് വളരെ സ്ലോപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. കുതിര കച്ചവടമൊക്കെ നടന്ന് ഡീലിംഗ് ആയി. ഫറവോനുമായിട്ട് ഭയങ്കര ബന്ധമായി. ഈ ഇടപാടിന്റെ അവിടേക്ക് എപ്പോഴോ ഫറവോന്റെ മോളെ കണ്ടു. അപ്പൊ മോളോടായി ആഗ്രഹം. അവസാനം ഫറവോന്റെ കൊട്ടാരത്തിൽ ശലോമോന്റെ കൊട്ടാരത്തിൽ ആരുടെ മോളെത്തി? ഫറവോന്റെ മോളെത്തി. പിന്നെ മറ്റു അന്യ രാജാക്കന്മാരുടെ അടുത്തൊക്കെ കുതിരകളുണ്ട്. അവിടെയൊക്കെ പോയി അവരുടെയൊക്കെ മക്കളെ ഭാര്യമാരായിട്ട് എടുത്തു. ഈ ഭാര്യമാരായി എടുത്തു കഴിഞ്ഞപ്പോ അവര് രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ലല്ലോ. അവര് ഫറവോന്റെ അടുക്കല് തലേണ മന്ത്രത്തിലൂടെ അവരുടെ ദേവന്മാരെ കുറിച്ച് പറയാൻ തുടങ്ങി. അവസാനം എവിടെ എത്തി? ആ ദേവന്മാരുടെ ആരാധനയിലേക്ക് ആര് പോയി? കാര്യങ്ങൾ പോണ പോക്ക് കണ്ടോ? ജഡജ്ഞാനം എന്ന് പറഞ്ഞ ജ്ഞാനം വന്നാലുള്ള അപകടമായി പറയണത്. ഇത്രയും വഴുതി വീഴാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ് ജഡജ്ഞാനം. ദൈവീക ജ്ഞാനത്തിൽ നിന്നും, ദൈവം നൽകുന്ന ബുദ്ധിയിൽ നിന്നും, ഈ ദൈവജനത്തിന്റെ ശുദ്ധതയിൽ നിന്നും നാം പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല. മാനുഷമായ ജ്ഞാനം, ജഡത്തിന്റെ ജ്ഞാനം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് 2 കൊരിന്ത്യർ 10:5 കൂടി നോക്കൂ. 2 കൊരിന്ത്യർ 10:5. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. മതി. അപ്പൊ ദൈവിക ജ്ഞാനം, ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ദൈവിക പരിജ്ഞാനം ഉള്ള ഒരാൾക്ക് ഭയങ്കര പോരാട്ടമുണ്ട്. ആ പോരാട്ടമാണ് ശലോമോൻ അഭിമുഖീകരിച്ചതും തോറ്റുപോയതും. കാരണം എന്താണെന്നറിയാമോ? ഇതിന് വിരോധമായി പൊങ്ങുന്ന ചില ഉയർച്ചകളുണ്ട് ജഡത്തിന്റെ. ദൈവിക പരിജ്ഞാനം ഉണ്ട്, അതുകൊണ്ടാ പലരും തെറ്റിപ്പോകുന്നത്. ഈ പരിജ്ഞാനം ഉണ്ട്, പക്ഷേ അതിന് വിരോധമായിട്ട് ഒരു പോരാട്ടം, ഒരു ഉയർച്ച ഏത് നിമിഷത്തിലും എപ്പോഴും ഈ പോരാട്ടത്തിലാണ് നാം.
അങ്ങനെയുള്ള ഉയർച്ച വരുമ്പോ എന്ത് ചെയ്യണമെന്നാണ് നമ്മളവിടെ വായിക്കുന്നത്? അങ്ങനെ ഒരു വിചാരം വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് അതിനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ട്, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് എന്ത് ചെയ്യണം? ഇതൊരു പോരാട്ടമാണ്. നേരത്തെ ഈ അധ്യായത്തിലും വായിക്കുന്നുണ്ട്, തിമോത്തിയോസിനോട് പൗലോസ്, ഈ ലേഖനത്തിലും വായിക്കുന്നുണ്ട്, തിമോത്തിയോസിനോട് പൗലോസ് പിന്നീട് പറയുന്നുണ്ട്, നല്ല യുദ്ധസേവ ചെയ്യാന്ന്. നല്ല യുദ്ധസേവ എന്ന് പറഞ്ഞാൽ ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്യുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. മനസ്സിലായി? നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടില്ല. ഈ യുദ്ധസേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളിൽ തന്നെയുള്ള നമ്മളോട്, ചിലർ പറയില്ലേ എൻ്റെ ഉള്ളിൽ ഒരു മൃഗം ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ആ മൃഗത്തോട്. അല്ലെങ്കിൽ ചിലർ പറയില്ലേ എൻ്റെ പഴയ ആളെ അടുപ്പിക്കരുതെന്ന് പറയില്ല, ആ ആളോട്. ആ പഴയ മനുഷ്യനോട് എപ്പോഴും എന്നും നമുക്ക് എന്തുണ്ട്? പോരാട്ടം. പിശാച് ഏത് സമയത്തും യുദ്ധസന്നദ്ധനാണ്. രാത്രിന്നോ പകലൊന്നുമില്ല, ഏത് സമയത്തും അറ്റാക്കാണ്. അപ്പൊ അതുകൊണ്ട് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി എന്ത് ചെയ്യാണ്? പിടിച്ചെടുക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ജ്ഞാനം നമ്മള് ശരിക്ക് ജഡജ്ഞാനം എന്ന് പറയുന്ന ജ്ഞാനം ഉണ്ടെന്നും ലോകജ്ഞാനം ഉണ്ടെന്നും ദൈവജ്ഞാനം ഉണ്ടെന്നും ഞാനിതിലേത് ജ്ഞാനത്തിലാണ് ജീവിക്കുന്നതെന്നും പരിശോധിക്കണം. ഞാനിപ്പോ ഏത് ജ്ഞാനത്തിലാണ് എന്ന് പരിശോധിക്കണം. 12-ാം അധ്യായം 8-ാം വാക്യം നോക്കിയേ, 12-ന്റെ 8. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. നമുക്ക് പരിജ്ഞാനത്തിനും ജ്ഞാനത്തിനും ഒക്കെ നൽകപ്പെട്ടിട്ടുള്ള കാര്യം അതാണ്, വചനാണ്. വചനം. ഒന്ന് തിമോത്തിയോസ് 6:2 കൂടെ നോക്കാം. വേറൊരു ജ്ഞാനം കൂടെ പറഞ്ഞിട്ട് ആ ഭാഗം വിടാം. ഈ ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഈ ജഡീകത്വവും ഈർഷ്യയും പകയും പിണക്കവും ഒക്കെ പോവും. അത് ചെറിയ കാര്യമായി കണ്ടിട്ട് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാതിരിക്കുന്നതല്ല. ദൈവിക ജ്ഞാനത്തിലേക്ക് നാം എത്തിയാൽ പിന്നെ നമ്മൾ ഈ പകയും വിദ്വേഷവും ഇടർച്ചയും ഒന്നും വെച്ചോണ്ടിരിക്കില്ല. 1 തിമോത്തിയോസ് 6:2 നോക്കിയേ. വിശ്വാസികളായ യജമാനന്മാരുള്ളവർ അവരെ സഹോദരന്മാർ എന്ന് വെച്ച് അലക്ഷ്യമാക്കരുത്. സോറി, വാക്യം തെറ്റിയിട്ടുണ്ട്. 1 തിമോത്തിയോസ് 6 അവസാന ഭാഗമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കും. ജ്ഞാനമെന്ന് വ്യാജമായി പേർ. 20-ാമത്തെ വാക്യം. അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. മനസ്സിലായോ? ജ്ഞാനെന്ന് വ്യാജമായി പറയണ ഇതൊന്നും ജ്ഞാനല്ല. ഏതാ? അവൻ ഭയങ്കര ജ്ഞാനി എന്നൊക്കെ പറയാറില്ലേ നമ്മൾ? അവൻ ഭയങ്കര സൂത്രക്കാരനാന്നൊക്കെ പറയില്ലേ? വെറുതെ പറയണത് ജ്ഞാനല്ല. അത് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്ന കാര്യങ്ങളെ സൂക്ഷിച്ചോളണം. ഭക്തിവിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ അത് യഥാർത്ഥ ജ്ഞാനമല്ല, വൃഥാലാഭങ്ങള് തർക്കസൂത്രങ്ങളാണ്. ഒഴിഞ്ഞിരിക്കുക. തർക്കസൂത്രങ്ങൾ
അവിടെ എന്തായിരുന്നു തർക്കം എന്നറിയോ? കൊരിന്തില് എന്തായിരുന്നു തർക്കം? പരിച്ഛേദനയുടെ അപ്പോസ്തലനാണ് പത്രോസ്. അപ്പൊ യഹൂദന്മാരിൽ നിന്ന് വന്ന ആൾക്കാർക്ക് പരിച്ഛേദനയുടെ ആളാകുമ്പോ അവരോടൊരു താല്പര്യം, ആളോടൊരു താല്പര്യം, പത്രോസിനോട്. അപ്പൊ കുറച്ചു പേര് പത്രോസിന്റെ കൂടെ. പൗലോസാണ് സഭ സ്ഥാപിച്ചത്, പ്രവർത്തിച്ചത്, തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് കുറെ പേർക്ക് പൗലോസിനോട് താല്പര്യം. പൗലോസ് കൊരിന്തി വിട്ടുപോകുമ്പോ അപ്പല്ലോസിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. നല്ല പ്രസംഗകനാ, തിരുവെഴുത്തുകളിൽ നല്ല സാമർത്ഥ്യ. ഇത് കേട്ടപ്പോ കുറെ പേർക്ക് അപ്പല്ലോസിനോടാണ് താല്പര്യം. അതാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പക്ഷം പിടിക്കാനായിട്ട് ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ സ്നാനമേറ്റത് വെവ്വേറെ ആത്മാവിലാണോ? അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ ഇടർച്ചയുടെയും ഇങ്ങനെ വിവിധ പിണക്കങ്ങൾ ഉണ്ടാകുന്നതിനും ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നതിനൊക്കെ കാരണം. അപ്പൊ അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം തന്നെ 14-ാം അധ്യായം 20-ാം വാക്യം നോക്കിയേ. 1 കൊരിന്ത്യർ 14:20. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവേൻ. സഹോദരന്മാരെ, ജ്ഞാനത്തെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ പോലെ ആവരുത്. ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ സമയം കളഞ്ഞ് വഴക്കുണ്ടാക്കി ഈ സൂചി പിടിച്ചോണ്ടിരിക്കുക. കൈ കിടക്കുന്ന വാച്ചിലേക്ക് നോക്കിയാൽ മതി, ഇത് എവിടേക്കാ ഇത് പോണത്? വീടിന്റെ ഈ ക്ലോക്കിൽ നോക്കിയാൽ മതി മര്യാദയ്ക്ക് ജീവിക്കാൻ. ഈ സമയം പോണ കണ്ട പേടിക്കാനുള്ളതില്ല. ഇത് എവിടേക്കാ പോണത്? അധികം കാര്യമൊന്നും നോക്കണ്ട, ക്ലോക്കിലേക്ക് നോക്കുക. ഇടയ്ക്ക് വാച്ചിലേക്ക് നോക്കി കഴിഞ്ഞാൽ എത്ര നാളുണ്ടിനി, എന്തിനു വേണ്ടിയിട്ടാണ്? സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ ആകരുത്. കുഞ്ഞുങ്ങളെ പോലെ, കുട്ടികളെ പോലെ പെരുമാറുന്ന ആളുകൾ. പിന്നെ ഇന്നിപ്പോ സമയം തീരാറായി തുടങ്ങി. അതുകൊണ്ട് ദൈവം വെച്ചാൽ നാളെ പറയാം കുഞ്ഞുങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വളരേണ്ടതെന്ന്. വേറൊരു കാര്യം കൂടെ നോക്കാം. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 11-ാം വാക്യം നോക്കിയേ. 1 കൊരിന്ത്യർ 5:11. എന്നാൽ സഹോദരൻ എന്ന് പേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവനോട് വ്യക്തിപരമായ കാര്യങ്ങളാണല്ലോ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുത്തൻ, പേർപ്പെട്ട എന്ന് പറയുമ്പോൾ അതിന് ശരിയായിട്ട് മലയാളം എന്താണ്? സഹോദരൻ എന്ന് പേരുള്ള ഒരാള്. നമ്മൾ ഓരോരുത്തരും സഹോദരന്മാരെന്നാണല്ലോ വിളിക്കണേ. ഈ പേര് നിസ്സാര പേരല്ല എന്നായി പറയണത്. ചിലർക്ക് സഹോദരന്മാരെന്നൊന്നും വിളിച്ചാൽ ഇഷ്ടമല്ല, സാറ് എന്ന് തന്നെ വിളിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കണം. പക്ഷെ സാറിനേക്കാൾ മുകളിലാണ് സഹോദരൻ. ഈ സഹോദരൻ എന്ന് പറഞ്ഞ ആരാ? ഒരപ്പന്റെ മക്കൾ. ഈ സഹോദരൻ എന്ന പേരുള്ള നമ്മൾ, പ്രത്യേകിച്ച് ബ്രദറൻ, നമ്മുടെ സഭയ്ക്ക് വരെ ആ പേരാണ്. ഇതും ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. എന്നിട്ടോ മേൽവിലാസം സൂക്ഷിക്കണം. സഹോദരൻ എന്ന പേർപ്പെട്ട ഒരുത്തൻ. നമ്മൾ ഓരോരുത്തരും, നമ്മുടെയൊക്കെ സഹോദരിമാര്, സഹോദരന്മാര്, അങ്ങനെയല്ലേ? ഈ പേരിന്റെ മഹത്വം
എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കാത്തു സൂക്ഷിക്കണം. അങ്ങനെയുള്ള ഒരാൾ, ഈ ഒരുത്തൻ ഓരോരുത്തൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതാണ് വ്യക്തിപരമായ നിലയിൽ ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ആ കാര്യങ്ങളുടെ നോക്കിയാൽ ഇതിന്റെ കൃത്യതയിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുത്തൻ ദുർനടപ്പുകാരനാവാൻ പാടില്ല. അതാണ് പറഞ്ഞ ദുർനടപ്പുകാരനെ മാറ്റിക്കളയാൻ പറഞ്ഞില്ലേ. അതിലേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം അവൻ സഹോദരനല്ല. അവൻ മാനസാന്തരപ്പെടുന്നിടം വരെ മാനസാന്തരപ്പെട്ടു. 2 കൊരിന്ത്യരിൽ പറയുന്നുണ്ട്, മടക്കിയെടുക്കാൻ പറയുന്നുണ്ട്. സഹോദരൻ എന്ന പേർപ്പെട്ട ഒരുത്തൻ ദുർനടപ്പുകാരനാവാൻ പാടില്ല. അത് ശരി, നമ്മൾ അങ്ങനെ ആരും ഇപ്പൊ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ദുർനടപ്പ് അടുത്ത കാര്യമാണ് കഷ്ടം. സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുത്തൻ അത്യാഗ്രഹി ആവാൻ പാടില്ല. ഇതൊക്കെ ചിലരുണ്ടാവും. തൃപ്തിയില്ലാത്ത ആളുകൾ. പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്ത് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഓർക്കുണ്ടോ ആരെങ്കിലും? തൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന്, അല്ലേ? ഈ പഠിപ്പ് പലർക്കും ഇല്ല, തൃപ്തിയില്ല. തൃപ്തി വേണ്ടേ? തൃപ്തി ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഇല്ലെങ്കിൽ ചിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരുടെ മുഖത്തേക്ക് നോക്കണേട്ടും ഭേദമല്ല കരിങ്കല്ലിന്റെ മുഖത്തേക്ക് നോക്കും. കാരണം കരിങ്കല്ലാവും ഭേദം. ചിലര് ഒരു തൃപ്തി ഇല്ലാത്തവരാണ്. ഒരു തൃപ്തിയില്ല, ഒരു സന്തോഷമില്ല, സമാധാനം. കാര്യം പറയുമ്പോൾ സഹോദരൻ എന്ന് പേർപ്പെട്ടവനാണ്, സഹോദരി എന്ന് പേർപ്പെട്ടവൻ. ഫോണൊക്കെ വിളിക്കുമ്പോൾ സഹോദരി എന്നൊക്കെ വിളിക്കും. പക്ഷെ എന്തില്ല? തൃപ്തിയില്ല. സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് ഈ 1 കൊരിന്ത്യരിൽ തന്നെയാ, അല്ലേ? അന്ന് വായിച്ചേ. സമാധാനത്തിൽ ജീവിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ 6 മാസമായിട്ട് എൻ്റെ സ്വന്തം അനിയൻ ലിവർ മാറ്റി വയ്ക്കുകയാണ്. ഞാൻ തന്നെയാണ് 3 മാസമായിട്ടുള്ളൂ മാറ്റി വെച്ചിട്ട്. അതിന് 3 മാസം മുമ്പേ തുടങ്ങി. അതിന് 5 കൊല്ലം മുന്നേ ട്രീറ്റ്മെന്റ് തുടങ്ങി. എളുപ്പമുള്ള കാര്യമായിരുന്നു. 2 മാസം ഞാൻ രാജഗിരിയിൽ തന്നെയായിരുന്നു. എങ്ങനെ പിടിച്ചു നിൽക്കും? ബൈബിൾ ഉണ്ടായിരുന്നു കയ്യില്. സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മേൽവിലാസം സൂക്ഷിക്കുക. ഈ അത്യാഗ്രഹി എന്ന് പറയുന്ന ഈ കാര്യമുണ്ട്. റോമാലേഖനം കർത്താവ് തന്നെ പറഞ്ഞ ആദ്യം നോക്കാം. മർക്കോസ് 7:22 നോക്കൂ. മർക്കോസ് 7:22. അത് തന്നെ ബാക്കി. അത് ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. കർത്താവ് പറഞ്ഞ ലിസ്റ്റിലും ഉണ്ട് ഈ കക്ഷി. ഏത് കക്ഷി? അത്യാഗ്രഹം. മോശം ലിസ്റ്റിൽ എല്ലായിടത്തും ഉണ്ട്, കയറി പറ്റിയിട്ടുണ്ട്. റോമലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം നോക്കിയേ. റോമർ 1:29.
ഉം. 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 ഇനി കർത്താവ് പറഞ്ഞതിൽ ആ ലിസ്റ്റില് അത്യാഗ്രഹിയുടെ അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കട്ടെ. കൊലപാതകം തൊട്ടുള്ള കാര്യങ്ങളുണ്ട്. എഫേസ്യർ 4:19, 5:3, സദൃശ്യവാക്യം 21, 26, 28, 25, കൊലോസ്യർ 3:5. ഈ വാക്യങ്ങളിലൊക്കെ ഈ കക്ഷിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതാ? അത്യാഗ്രഹം. മോശമായ ലിസ്റ്റിൽ എപ്പോഴും ഉണ്ട്. ദൈവമക്കളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. വാവിഷ്ണക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇദ്ദേഹം ഈ പിണറായി ഒക്കെ തോറ്റപ്പോ, നമ്മൾ രാഷ്ട്രീയം പറയല്ല, എന്നാലും അതിന് ഒരാള് പറഞ്ഞത് നാവിന്റെ പരാജയം എന്നാണ്. അദ്ദേഹം മുമ്പ് പത്രക്കാരോടും അല്ലാത്തവരോടൊക്കെ പറഞ്ഞ കുറെ വാചകങ്ങളാണ് അതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത്. എന്താവട്ടെ, ഈ വാവിഷ്ണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായി തോന്നി പറഞ്ഞ ആള്. അതന്നെ, നാവ് കൊണ്ട് പരാജയപ്പെടുന്നവർ. സഹോദരൻ എന്ന് പേർ കൊണ്ട ഒരുത്തൻ ഒന്നും ആവാൻ പാടില്ല. നമ്മുടെ പേര് നമ്മള് സൂക്ഷിക്കണം. 1 കൊരിന്ത്യർ 9:15 നോക്കിയേ. 1 കൊരിന്ത്യർ 9:15. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാനിത് എഴുതുന്നതുമല്ല. ആരെങ്കിലും എന്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. ഇതിന്റെയൊക്കെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ട്? ആരെങ്കിലും എന്റെ പ്രശംസ എന്ന് പറഞ്ഞാൽ കർത്താവിലുള്ള സാക്ഷ്യത്തെ കുറിച്ചാണ് കേട്ടോ, വേറെ പ്രശംസയല്ല. അതിനെ വെറുതാവാക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ എനിക്കൊരു സാക്ഷ്യക്കേട് വരുന്നതിനേക്കാൾ പിന്നെ മരിക്കുക നല്ലതാണ്. ഇതിൻ്റെയൊക്കെ ആഴവും അർത്ഥവും എത്രയാണ്? നമ്മുടെ ജീവിതം വ്യക്തിപരമായ നിലയിൽ എടുക്കുമ്പോൾ നമ്മള് എത്രമാത്രം സൂക്ഷിക്കണം. എത്ര വലിയ ശത്രു നോക്കി നിൽക്കുന്നതെന്നറിയോ? ഒന്ന് തകരാൻ, ഒന്ന് വീഴാൻ, ഒരു അബദ്ധം പറ്റാൻ. അബദ്ധം പറ്റാലോ. നമ്മൾ വിചാരിക്കണേ ഈസിയാന്ന. നമ്മുടെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. ശിംശോനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? കണ്ണ് കുത്തി പൊട്ടിച്ച് ചങ്ങലയിൽ ബന്ധിച്ച് കളിപ്പിച്ചു, കോമാളിയാക്കി. ഇല്ലേ? ശത്രു എന്താ ആഗ്രഹിക്കുന്നതെന്നാ വിചാരിക്കണേ? കണ്ണ് കുത്തി പൊട്ടിച്ച ഒരാളെ അവിടെ കൊണ്ട് നിൽക്കാണ്ട് കോമാളിയാക്കി തട്ടിക്കളിക്കുകയാണ്. അത് മനസ്സിലായപ്പോഴാണ് ഒരു വട്ടം കൂടെ, ഒരിക്കൽ കൂടെ എനിക്ക് ആ ശക്തി തരണം എന്ന് ആര് പ്രാർത്ഥിച്ചത്? കാരണം ഈ അപമാനം സഹിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞത് പൗലോസ്?
ആരെങ്കിലും എൻ്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. അതാണ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കണം. പൗലോസിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൂടെ പറയാം. 1-ാം അധ്യായം 17-ാം വാക്യം നോക്കി, 1:17. സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കണം. എന്നിലൂടെ ഒരു സാക്ഷ്യക്കേട് സംഭവിച്ചിട്ട് ഏതെങ്കിലും നിലയിൽ ക്രിസ്തുവിന്റെ ക്രൂശിനെ ഒരു രക്ഷാവചനത്തിന് ഒരു കോട്ടം പറ്റാതിരിക്കാൻ ഇടയാകണം. എന്തൊരു ഉന്നതമായ ലക്ഷ്യമാണ്. ഈ വാക്യം നമുക്ക് അറിയാത്ത വാക്യമല്ല, എല്ലാവർക്കും അറിയുന്ന വാക്യമാണ്. പക്ഷെ അതിന്റെയൊക്കെ അർത്ഥം എന്താ? 1 യോഹന്നാൻ 3:1 കൂടെ നോക്കൂ. 1 യോഹന്നാൻ 3:1. യോഹന്നാൻ 3:1. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ മതി. ഈ വാക്യം അറിയാത്തവരും വല്ലവരും? കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. എങ്ങനെ തന്നെ? അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണോ? ഇതാണ് പരിശോധിക്കേണ്ടത്. ചിലര് നമ്മൾ ഈ അങ്ങനെ തന്നെ എന്നുള്ള വാക്ക് എപ്പോഴാണ് പറയണെന്നറിയോ? നമുക്ക് ഇഷ്ടമില്ലാത്തവർക്കൊരു അപകടം പറ്റി ആസ്പത്രിയിലാന്ന് കേട്ടാൽ നമ്മൾ പറയും അവൻ അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ തന്നെ എന്ന് ഉപയോഗിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റുമ്പോഴാണ്. ബൈബിളിൽ അങ്ങനെ തന്നെ എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ദൈവമക്കളാണ്, അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയാനാ. വ്യത്യാസമുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാണ്. നേരത്തെ നമ്മൾ വായിച്ചു, സഹോദരൻ എന്ന് പേർപ്പെട്ടവനാണ്. ബ്രദറുകാരാണ്, വേർപാടുകാരാണ്. നമ്മുടെ ഇടയിൽ പാടില്ലാത്തതൊന്നും പാടില്ല. ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, ഒരു നാളും അരുത്. ഒരിക്കൽ പോലും, ഒരു ദിവസം പോലും അങ്ങനെ ആർക്കും സംഭവിച്ചുകൂടാ. 4:12 നോക്കൂ. 4:12. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഇതൊക്കെ, ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് അനുസരിക്കുകയാണെങ്കിൽ സഭയിലോ കുടുംബത്തിലോ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഈ വാക്യം നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ചിലര് പറയുന്നത്, ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിച്ചല്ല സഹോദര, പക്ഷെ അവൻ പറഞ്ഞത് കേട്ട സഹിക്കില്ല, അപ്പോഴാ ഞാൻ മറുപടി പറഞ്ഞു. കാര്യം പോയി. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയണം. ഇത് ആത്മീക മല്ലന്മാർക്കേ സാധിക്കുള്ളൂ.
ജഡീകന്മാർക്ക് സാധിക്കില്ല. ജഡീകന്മാര് വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ പറഞ്ഞതിനൊരു 4 ഇരട്ടി അങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ വിജയിച്ചു എന്നാണ്. എൻ്റെ വിജയം അതല്ല. അത് കേട്ടിട്ട് നല്ല വാക്ക് പറഞ്ഞ് ഞാൻ പോകുന്നതാണ് എൻ്റെ വിജയം. ഒരു സഹോദരൻ എന്ന പേർപ്പെട്ടവന്, ഒരു ദൈവമകൻ എന്ന പേർപ്പെട്ടവന് അവന്റെ വിജയം എന്ന് പറയുന്നത് ഏതാണ്? ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയാ. ഇത് എളുപ്പമല്ല. ഇത് എളുപ്പമായ കാര്യമല്ല. അത് ഈ പറയുന്ന എനിക്കായാൽ പോലും. പക്ഷെ ഈ ഒരു നിലവാരത്തിലേക്ക് ഉയർന്ന ഒരു മനുഷ്യനാണ് ആര്? മാത്രമല്ല, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. അപ്പൊ നമ്മൾ കേൾക്കുന്ന വാക്കിനല്ല മറുപടി. കേൾക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ കേട്ട ആശയത്തിനോടുള്ള ബന്ധത്തിലല്ല ഞാൻ പറയുന്നത്. നമ്മൾ മോശം വാക്കുകൾ കേട്ടു എന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ ആ കാര്യം പോലെ തന്നെ തിരിച്ചു പറഞ്ഞു എന്നുള്ളതല്ല. ഞാൻ കേൾക്കുന്ന വാക്കുകൾക്കല്ല മറുപടി, ഞാൻ ആരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ മറുപടി. മനസ്സിലായോ? മനസ്സിലാവുണ്ടോ? അവൻ എന്നെ ഇന്നത് പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞു എന്നല്ല, ഞാനൊരു സഹോദരനാണ്, ഞാനൊരു ദൈവമകനാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് എൻ്റെ മറുപടി. ഒമ്പതിന്റെ 26 കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 9:26, 9:26, 10:12 കൂടെ വായിക്കാം. സമയമായി. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ലക്ഷ്യമാണ്. ലക്ഷ്യം നേരത്തെ പറയില്ലേ, ക്രൂശ് വ്യർത്ഥമാകാതിരിക്കണം. ഇവിടെ പറയുന്നത് എന്താ? നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, നല്ല ലക്ഷ്യബോധമുള്ള ഒരാളാണ്. കാരണം ഇവിടെ ഈ തട്ടി ജീവിതം കളയാനുള്ളതല്ല. പിന്നെ 10:12 നമ്മൾ വായിക്കുന്നത്, 10:6 നോക്കൂ. അവിടെ പറയുന്ന ഒരുപാട് കാര്യമുണ്ട്. ദുർമോഹം, അതൊന്ന് വായിക്കാമോ? അത് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇനി അതിന്റെ 6-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 10:6 ഇപ്പൊ വായിച്ചതല്ലേ? ഇത് നമുക്ക് ദൃഷ്ടാന്തമായി, അതല്ലേ? ഈ വീഴാതിരിക്കാൻ നോക്കും. കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. സമയം കഴിഞ്ഞോണ്ടാ, ഇപ്പൊ തന്നെ സമയം കഴിഞ്ഞു, സോറി. സമയത്തിന് നിർത്തണം എന്ന് എനിക്ക് നിർബന്ധം ഉള്ള ഒരാളാണ്. ഇവിടെ പരസംഗം, ദുർമോഹം, വിഗ്രഹാരാധന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ പിതാക്കന്മാർക്ക് പറ്റിയ ശിക്ഷ, കിട്ടിയ ശിക്ഷ പറയുന്നുണ്ട്. വായിച്ചു നോക്കൂ. എന്നിട്ട് അവിടെ പറയുന്നത് ഈ ശിക്ഷയൊക്കെ നമുക്ക് ദൃഷ്ടാന്താണെന്നാണ്. ഇതൊക്കെ നമുക്ക് ദൃഷ്ടാന്തമാണ്. മാത്രമല്ല 3-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ നാം ഒരുത്തൻ എന്ന് പലതവണ നമ്മൾ കാണുന്നു, ഇല്ലേ? 3-ാം അധ്യായത്തിൽ ഓരോരുത്തൻ തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കൂട്ട ട്രോഫി അല്ല കിട്ടുക. എല്ലാവർക്കും വിളിച്ചിട്ടേ കൂട്ട ട്രോഫി കിട്ടില്ല. ഓരോരുത്തന്റെ പ്രവർത്തിക്കാണ് എന്ത്? പ്രതിഫലം.
അപ്പം അതുകൊണ്ട് ആ 3-ാം അധ്യായം വായിക്കുക. പിന്നീട് 14, 13 അധ്യായത്തിലൊക്കെ ഓരോരുത്തൻ എന്ന് പറയുന്നുണ്ട്. തന്നെത്താൻ വിധിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നാ വിധിക്കപ്പെടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ തന്നെ ഒന്ന് വിധിക്കാനും വിചിന്തനം ചെയ്യാനും ശോധന ചെയ്യാനും അയോഗ്യമായിട്ട് അപ്പം തിന്നുന്ന കാര്യം പറയുന്നുണ്ട്. അവർക്കുള്ള ശിക്ഷ പറയുന്നുണ്ട്. അയോഗ്യമായിട്ട് അപ്പം തിന്നരുതെന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു വാചകത്തിൽ പറഞ്ഞ എങ്ങനെയാണ് അയോഗ്യമായി ജീവിക്കരുതെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ അയോഗ്യമായ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഓരോരുത്തൻ മറ്റുള്ളവരുടെ കാര്യം വിധിക്കാനൊക്കെ എന്ത് എളുപ്പമാണല്ലേ. ഭയങ്കര വിധി. നമ്മൾ ഒരു ദിവസം തന്നെ 10-15 വിധികൾ വിധിക്കുന്ന ജഡ്ജിമാരാ നമ്മൾ. എന്തോരം ഫോൺ വന്ന എന്തോരം ആരെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യണത്. സ്വന്തം കാര്യം വരുമ്പോൾ ഈ വിധിയൊന്നുമില്ല. വേദോസത്തിൽ പറയുന്നത് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. പിന്നെ നിങ്ങൾ വിധിക്കപ്പെടാതിരിപ്പാൻ നോക്കുക. തങ്ങളെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പൊ നമുക്ക് വിധിയൊക്കെ പറയാം നമ്മുടെ കാര്യത്തിൽ. നിന്റെ ഈ പോക്ക് ശരിയല്ല എന്ന് നമ്മളോട് തന്നെ പറയാം. നീ സഹോദരൻ എന്ന് പറഞ്ഞിട്ട് നീ നീങ്ങുന്ന നീക്കം ശരിയല്ല, നീ ജഡത്തിലാണ് ചിന്തിക്കുന്നത്, നീ ഈ ലിസ്റ്റിലൊക്കെ പെട്ടിട്ടുണ്ട്, എനിക്കറിയാലോ എൻ്റെ കാര്യം, നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ കാര്യം അറിയാലോ, അത് ശരിയല്ല എന്ന് നമ്മളോട് തന്നെ പറയുന്ന ഒരു ആത്മീകമായ ഉണർവിലേക്ക് എത്തുവാൻ ഈ ലേഖന പഠനം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുന്നു.